നമസ്കാരം, വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്തെ നയിക്കാൻ ഇനി അർജുൻ പാണ്ഡ്യൻ ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. സിവിൽ സ്റ്റേഷനിലെത്തിയ കളക്ടർക്ക് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി മുരളിയുടെയും സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ സ്വീകരണം. തൃശൂർ ജില്ലാ കളക്ടർ പദവി വലിയ അംഗീകാരമായി കാണുന്നതായി അർജുൻ പാണ്ഡ്യൻ. ജില്ലയുടെ ആവശ്യങ്ങളും സാധ്യതകളും പഠിച്ച ഇടപെടലുകൾ നടത്തുമെന്നും പ്രഖ്യാപനം. കുന്നംകുളം പാറേമ്പാടത്ത് ടോറസ് ലോറി ഇടിച്ച സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. പോർക്കുളം കൊങ്ങണ്ണൂർ സ്വദേശി കായിൽ വളപ്പിൽ വീട്ടിൽ ഷഫീഖാണ് ദുരന്തത്തിനിരയായത്. അപകടമുണ്ടാക്കിയ ലോറി നിർത്താതെ പോയതായി നാട്ടുകാർ. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കേരളത്തിൽ NDA ജനവിശ്വാസം നേടി മുന്നോട്ട് വന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. SNDP പോലുള്ള സാമുദായിക സംഘടനകളെയും ക്രൈസ്തവ സംഘടനകളെയും LDF ഭീഷണിപ്പെടുത്തുന്നതായും BJP സംസ്ഥാന അധ്യക്ഷൻ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും സുരേന്ദ്രൻ. തൃശൂരിൽ NDA നേതൃസംഗമം നടന്നു. വാഴാനി ഡാം അതിവേഗം നിറയുന്നു. തുറന്നുവിട്ടാൽ 2018 സമാനമായ വെള്ളപ്പൊക്കം ഉണ്ടാകുമോ എന്ന ആശങ്ക ശക്തം. വടക്കാഞ്ചേരി പുഴയിൽ പുതുപ്പാലം മുതൽ കുമ്മായച്ചിറ വരെയുള്ള ഭാഗങ്ങളിൽ കാട്ടുപൊന്തകൾ മൂലം ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലെന്ന പരിസ്ഥിതി സംഘടന ജനനി. പുഴ നവീകരണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും ആവശ്യം. ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം തള്ളി സുപ്രീം കോടതി. നിലവിലുള്ള ഒഴിവുകളിലേക്ക് നിയമന നടപടികളുമായി മുന്നോട്ടു പോകാൻ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അനുമതി. ജസ്റ്റിസുമാരായ KK മഹേശ്വരിയും രാജേഷ് ബിൻഡാലും അടങ്ങിയ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. ജില്ലയിൽ കാറ്റിലും മഴയിലും നാശനഷ്ടങ്ങളും തുടർക്കഥ. കൊണ്ടാഴി ചേലക്കോട് എള്ളുത്തിപ്പാറ ലക്ഷ്മിയുടെ കോളനിയിൽ വീട് തകർന്നു. കീഴിലത്ത് വീട്ടിൽ ലക്ഷ്മിയുടെ വീടാണ് തകർന്നത്. നിർധന കുടുംബത്തിന്റെ ഓടുമേഞ്ഞ മേൽക്കൂരയുൾപ്പെടെ നിലം പതിച്ചു. കുടുംബത്തെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇരിഞ്ഞാലക്കുട വെള്ളാങ്ങല്ലൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്നും വൻതോതിൽ പുക ഉയർന്നത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന MS മേനോൻ എന്ന ബസ്സിനടിയിൽ നിന്നാണ് പുക ഉയർന്നത്. സംസ്ഥാന പാതയിലാകെ പുകപടലങ്ങൾ നിറഞ്ഞു. വാഹനത്തിന്റെ ടർബോ തകരാറിലായതാണ് സംഭവത്തിന് കാരണമായതെന്ന് നിഗമനം. തൃശൂർ കോർപ്പറേഷനിൽ ഭരണസ്തംഭനമെന്ന ആരോപണം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്ത്. കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധ ധർണ DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു.